നമ്മൾ നിർത്തിയത് 125-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയത്. ശ്രീരാമൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വസിഷ്ഠ മഹർഷി ഈ ആത്മതത്വത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കുന്നത്. ശ്രീരാമൻ്റെ ചോദ്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. അതായത് 4 വിപശ്ചിത്തുകൾ യാത്ര ചെയ്തല്ലോ 4 ദിക്കിലേക്ക്. ഒരേ മനസ്സ്, ഒരേ പ്രാണൻ, ശരീരം മാത്രം 4. ഇങ്ങനെ ഒരേ വ്യക്തിക്ക് ഒരേ സമയം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ എങ്ങനെ നേടാൻ കഴിയുന്നു? ഇതാണ് ശ്രീരാമൻ അറിയാൻ ആഗ്രഹിച്ചത്. അതിന് മറുപടി എന്നോണമാണ് വസിഷ്ഠ മഹർഷി മറുപടി പറയുന്നത്. അവസാനത്തെ ശ്ലോകം ഇതായിരുന്നു: ഇഹ രാമ അപ്രബുദ്ധാനാം യതസ്ത്യസ്ത്വലമേവനഃ തേന യത്തു പ്രബുദ്ധാനാം തദിദം ശൃണു കഥ്യത്തെ. രാമ, സൂക്ഷ്മമായ കാര്യങ്ങൾ ഈ ലോകത്തിൽ പലതുമുണ്ട്. അതൊന്നും അജ്ഞാനികൾ അംഗീകരിക്കാറില്ല. കാരണം അവർ സ്ഥൂലദൃഷ്ടികളാണ്. വളരെ വ്യക്തമായതും ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായതുമായ കാര്യങ്ങളെ മാത്രമേ അവർ വിശ്വസിക്കൂ. അവരെക്കുറിച്ച് ജ്ഞാനികൾ പരിഗണിക്കുന്നേയില്ല. അങ്ങനെയുള്ള ആൾക്കാരെ പരിഗണനയിൽ എടുക്കുന്നേയില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ആത്മാവില്ല, ബ്രഹ്മമില്ല, അതൊക്കെ വെറും കൽപ്പനയാണ്, കെട്ടുകഥയാണ്. അവരെന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് വി നെവർ ബോദർ. അറിവുള്ളവർ, ആത്മസാക്ഷാത്കാരം നേടിയവർ, അവരെ ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരെ ഉദ്ദേശിച്ചാണ് ജ്ഞാനികൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അതെല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഒരു കാര്യം എല്ലാവരും ആ പറയുന്നതിൻ്റെ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളണം എന്ന് ശഠിക്കുന്നത് വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് അപ്രബുദ്ധന്മാർ, ആത്മജ്ഞാനം നേടാത്തവർ, യതസ്തു അസ്തു അലമേവനഃ, അവരെന്ത് കരുതുന്നു? ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അജ്ഞാനികൾ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ വ്യാകുലപ്പെടാറില്ല. ഇവർ മനസ്സിലാക്കുന്നുണ്ടോ, ഇവർ വേണ്ടവണ്ണമാണോ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നുവോ, ഇതിനെക്കുറിച്ചൊന്നും ജ്ഞാനികൾ ചിന്തിക്കാറില്ല. തേനയത്തു പ്രബുദ്ധാനാം തദിദം ശൃണു കഥ്യത്തെ. പ്രബുദ്ധന്മാർക്ക് മാത്രം, അല്ലെങ്കിൽ സൂക്ഷ്മബുദ്ധികൾക്ക് മാത്രം പിടികിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അവരെയാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. കുറച്ച് പേര് മനസ്സിലാക്കിയാൽ മതി. എല്ലാവരും ഒന്നും മനസ്സിലാക്കണ്ട, എല്ലാവരും മനസ്സിലാക്കാൻ പോകുന്നുമില്ല, അത് സാധ്യവുമല്ല. ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി 9-ാമത്തെ ശ്ലോകം വായിക്കാം. ചിന്മാത്രസത്താ സാമാന്യാദ്രതേന്യന്നാത്മതദ്വിദാം ദൃശ്യാത്യന്താഭാവബോധേ സർഗാസർഗദൃശോഹോ ക്ഷയേ. പറഞ്ഞതാണ്, പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് വസിഷ്ഠ മഹർഷി. ചിത്ത്, ബ്രഹ്മം, അത് മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. അതല്ലാതെ അല്പം പോലും ഇവിടെ പലതില്ല. ചിന്മാത്ര സത്താ സാമാന്യം, അത് ചിത് സ്വരൂപമാണ്. അറിവ്, ബോധം, അതാണ് ഈ പരമാത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ സ്വരൂപം ചിത്താണ്. ചിത്തിന് നാശമില്ല. അതുകൊണ്ട് നാശമില്ലാത്തത്, അഴിവില്ലാത്തത്, അത് തന്നെയാണ് ആത്മാവ്. അതിനെ എപ്പോഴും സത്ത, അതിനെപ്പോഴും സത്ത മാത്രമേ ഉള്ളൂ. അത് ഇല്ലാതാവുന്നില്ല. എപ്പോഴും അത് തൻ്റെ ഉണ്മയെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉണ്മയെ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന് എങ്ങനെ നശിക്കാൻ പറ്റും? ഞാനുണ്ട് എന്നുള്ള അറിവ്, ഞാൻ ഉണ്ട് എന്നുള്ള അറിവ് ജീവനാണ്. ആത്മാവെന്ന് പറയുന്നത് ശുദ്ധമായ സത്തയാണ്. എന്ന് പറഞ്ഞാൽ അത് ഉണ്മ ഘനീഭവിച്ചതാണ്. സോളിഡ് റിയാലിറ്റി എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. സോളിഡ് റിയാലിറ്റി,
റിയാലിറ്റി ഈസ് വെരി വെരി സബ്റ്റിൽ. ഹൗ ക്യാൻ ഇറ്റ് ബി സോളിഡ്? പക്ഷേ അതിൻ്റെ ഉണ്മ അനശ്വരത കാരണമായി അത് സാന്ദ്രമാണ്, എങ്ങും വ്യാപിച്ചു നിൽക്കുന്നതാണ്, സകല പദാർത്ഥങ്ങളുടെയും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ അർത്ഥത്തിൽ അത് സോളിഡാണ്. നമ്മൾ ഒന്നിനെ സോളിഡ് എന്ന് എപ്പോഴാണ് പറയുന്നത്? വേറൊന്നിന് ഇതിൽ പ്രവേശിക്കാൻ പറ്റില്ല, മറ്റൊന്നിന് പ്രവേശമില്ലാത്തത് സോളിഡ്. ഈ ആത്മതത്വത്തിൽ മറ്റൊന്നും പ്രവേശിക്കുന്നില്ല, അതിൻ്റെ ഉള്ളിൽ വേറൊന്നിനും പ്രവേശിക്കാൻ സാധ്യമല്ല, അതുകൊണ്ടത് സോളിഡ്. പക്ഷേ അത് സാധാരണ നമ്മൾ സോളിഡ് എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. ഇറ്റ് ഈസ് വെരി വെരി ആബ്സ്ട്രാക്റ്റ്, അബ്സല്യൂട്ട്, കേവലം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. കേവല സത്യം, ശുദ്ധം, നിർമ്മലം, അതാണ് ആത്മസ്വരൂപം. അങ്ങനെ സർവവ്യാപകമായിട്ടുള്ളതും നാശമില്ലാത്തതുമായ ഒരു സാമാന്യ സത്ത മാത്രമേ രാമ ഇവിടെ ഉള്ളൂ. നീയും ഞാനും ഈ പ്രപഞ്ചവും എല്ലാം അത് തന്നെ, അതല്ലാതെ അല്പം പോലും പലതില്ല. ഈ കാര്യം ബോധ്യപ്പെട്ട് കിട്ടണമല്ലോ. ഇതെങ്ങനെ ഒരു സാധാരണ വ്യക്തി, ദ്വൈത തലത്തിൽ കഴിയുന്ന, നാനാത്വങ്ങളെ മാത്രം അനുഭവിച്ചു കൊണ്ട് കഴിയുന്ന ഒരു വ്യക്തിക്ക് ഈ ഏകത്വം അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ ബുദ്ധി എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുന്നു? പ്രയാസമാണ്. പക്ഷെ സത്യം പറയാതിരിക്കാൻ പറ്റുമോ? സത്യം സത്യമാണ്, വെദർ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓർ നോട്ട്. നമുക്ക് മനസ്സിലാകുന്നതെല്ലാം മനസ്സിലാകുന്നത് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് വിചാരിക്കരുത്. മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് കള്ളവുമാവില്ല. എനിക്ക് പിടികിട്ടുന്നതെല്ലാം സത്യം, എൻ്റെ അറിവിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതെല്ലാം സത്യം എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. എൻ്റെ അറിവിൻ്റെ മണ്ഡലത്തിന് അപ്പുറത്തുള്ളത് കള്ളമാണ്, മിഥ്യയാണ് എന്ന് കരുതുന്നതും ഒരർത്ഥത്തിൽ വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നും നമ്മൾ പരിഗണിക്കേണ്ട. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ? ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് സത്യമാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പോലും അത് മിഥ്യയാകാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യം നല്ലതുപോലെ കം വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്, ലിസൺ വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്, വിത്തൗട്ട് എനി പ്രെജുഡിസസ്, വിത്തൗട്ട് എനി പ്രീസപ്പോസിഷൻസ്. നമുക്ക് മുൻധാരണയൊന്നും ഉണ്ടാവാൻ പാടില്ല. സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടത് അതൊന്നും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കരുത്. കം വിത്ത് എ ക്ലീൻ സ്ലേറ്റ്. ക്ലീൻ സ്ലേറ്റ്. അതിനകത്ത് നേരത്തെ ഒന്നും എഴുതിയിട്ടുണ്ടാവരുത്, പുതിയ സ്ലേറ്റായിരിക്കണം. നേരത്തെ എഴുതിയിട്ടുണ്ട്, അതിലെന്തെങ്കിലും എഴുതിയിട്ട് പിന്നെ മായ്ച്ച് കളഞ്ഞാലും അതിൻ്റെ സ്റ്റെയിൻസ് അതിനകത്ത് കാണും. പുതിയ സ്ലേറ്റിൽ എഴുതിയിട്ട് എത്ര തുടച്ച് വൃത്തിയാക്കിയാലും അതിൻ്റെ ഒരു ഇംപ്രഷൻ, നേരത്തെ എഴുതിയതിൻ്റെ ഒരു ഇംപ്രഷൻ അതിലുണ്ടാവും. ഇംപ്രഷൻസ് പാടില്ല. ഇംപ്രഷൻസാണ് കുഴപ്പം. ഇംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ വാസനകൾ, അതാണ് കുഴപ്പം. മുൻവിധികൾ, മുൻധാരണകൾ, ഈ ധാരണകളെല്ലാം തെറ്റായിരിക്കും. അതായത് തെറ്റിദ്ധാരണകൾ മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു മുൻവിധിയും വേണ്ട. തുറന്ന മനസ്സോടുകൂടി ഈ സത്യത്തെ കേൾക്കുക. നമ്മൾ വായിച്ചതും കേട്ടതും നമ്മളായിട്ടുണ്ടാക്കിയ ധാരണകളും എല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. നിർമ്മലമായ മനസ്സ്, അത് ഇറ്റ്സ് എ മസ്റ്റ്. നിർമ്മലമായ മനസ്സ്, കേൾക്കുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിർമ്മലമായ മനസ്സിന് മാത്രമേ ശ്രദ്ധ സാധ്യമാകൂ. എന്നാലും അത് രണ്ട് ക്വാളിറ്റിയായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. രണ്ട് ഗുണങ്ങളായിട്ട് മനസ്സ് നിർമ്മലമാകണം, ശ്രദ്ധയും ഉണ്ടാകണം. അങ്ങനെ കേട്ടാൽ ഇത് മനസ്സിൽ പതിയും. സാമാന്യ സത്തയാണ് ഈ ചൈതന്യം അഥവാ ബ്രഹ്മം. അതല്ലാതെ ഒരു ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ മറ്റൊന്നും തന്നെ ഇല്ല. ഒരു ജ്ഞാനി എന്ത് കണ്ടാലും എന്ത് കേട്ടാലും 5 ഇന്ദ്രിയങ്ങൾ, മനസ്സ്,
ഈ 6 ഉപാധികളിലൂടെ എന്ത് കേട്ടാലും എന്ത് അനുഭവിച്ചാലും അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാം ബ്രഹ്മമാണ്. അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാകുന്നത് മീഡിയം വ്യത്യാസപ്പെടുന്നതുകൊണ്ടാണ്. കണ്ണ് എന്നുള്ള മാധ്യമത്തിലൂടെ നമ്മൾ കാണുമ്പോൾ രൂപം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. കണ്ണിലൂടെ കേൾക്കാനോ മണക്കാനോ രുചിക്കാനോ സാധ്യമല്ല. ഓരോ ഇന്ദ്രിയത്തിനും ലിമിറ്റഡ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ലിമിറ്റഡ് സ്ഫിയർ, അവിടെ മാത്രമേ ആ ഇന്ദ്രിയങ്ങൾക്ക് പ്രവൃത്തിയുള്ളൂ. അങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ നമുക്കുള്ളത് കൊണ്ട് 5 വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ. വിവേകാനന്ദ സ്വാമികൾ പറയും, മനുഷ്യർക്ക് 6ാമതൊരു ഇന്ദ്രിയം ഉണ്ടായിരുന്നെങ്കിൽ 6ാമതൊരു അനുഭവം ഉണ്ടായിരുന്നു. 100 ഇന്ദ്രിയങ്ങളുണ്ടെങ്കിൽ 100 അനുഭവങ്ങളും ഉണ്ടാവും. ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവങ്ങൾ തെറ്റാണ്, മിഥ്യയാണ്, കള്ളമാണ്. കാരണം ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ our sense organs and mind will always distort things. ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും നിങ്ങൾ എന്തിനെങ്കിലും കണ്ട് അത് ഇന്നതാണെന്ന് തീരുമാനിച്ചാൽ അത് തെറ്റായിരിക്കും, സംശയിക്കുകയേ വേണ്ട. ഇന്ദ്രിയ മനസ്സുകളെ മാറ്റിയിട്ട് ഇന്ദ്രിയ മനസ്സുകളിലൂടെ അല്ലാതെ ഏതെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ പറയും ഇന്ദ്രിയ മനസ്സുകളെ മാറ്റിക്കഴിഞ്ഞാൽ അനുഭവം തന്നെ ഇല്ലാതാകും എന്നാണ് നമ്മൾ പറയുക. തെറ്റാണത്. ഇന്ദ്രിയ മനസ്സുകളില്ലാതെ നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭവമുണ്ട്, ഗാഠനിദ്രയിലെ സുഖം. ഇന്ദ്രിയങ്ങളില്ല, മനസ്സില്ല, പക്ഷേ സുഖാനുഭവമുണ്ട്. എക്സ്പീരിയൻസ് നെവർ സീസ് ടു എക്സിസ്റ്റ്. എക്സ്പീരിയൻസ് എന്നുള്ളതിന് അവസാനമില്ല, അതൊരിക്കലും അവസാനിക്കുന്നില്ല. അതെന്തുകൊണ്ട്? പ്യുവർ എക്സ്പീരിയൻസ് ഈസ് കോൾഡ് ദ സെൽഫ് ഓർ ബ്രഹ്മൻ. അതൊരിക്കലും ഇല്ലാതാവുന്നില്ല, അനന്തമായ അനുഭവമാണത്. ഇന്ദ്രിയ മനസ്സുകളിലൂടെ ഈ ആത്മാവ് കാണപ്പെടുമ്പോൾ നമ്മളതിനെ പ്രപഞ്ചം എന്ന് തെറ്റായി മനസ്സിലാക്കുന്നു. അപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് ആത്മാവിനെ തന്നെയാണ്, ബ്രഹ്മത്തെ തന്നെയാണ്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങൾ ആത്മാവെന്നുള്ള ആ സത്യത്തെ മറച്ചു കളഞ്ഞിട്ട് നാമരൂപങ്ങളാക്കി കാണിക്കുന്നു. അതിൽ നമ്മൾ ഭ്രമിച്ചു പോകും. എന്തുകൊണ്ട് ഭ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ആത്മജ്ഞാനം ഇല്ല. ആത്മജ്ഞാനം ഇല്ലാത്തവരാണ് പ്രപഞ്ച ദൃശ്യങ്ങളിൽ ഭ്രമിക്കുന്നത്. ആത്മജ്ഞാനം നേടിയാൽ ഇന്ദ്രിയങ്ങളും മനസ്സും എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, അതെല്ലാം ബ്രഹ്മം എന്ന് ബുദ്ധി തീരുമാനിക്കും. അതാണ് ജ്ഞാനിയുടെ സവിശേഷത. അജ്ഞാനികൾക്ക് ഇതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ജ്ഞാനിയുടെ അനുഭവത്തെ ഈ അജ്ഞാനികൾ ഒരു കാലത്തും ഒരിക്കലും അംഗീകരിച്ച് തരാനും പോകുന്നില്ല. ആൻഡ് ദേ ആർ നോട്ട് ബോതേർഡ് ഓൾസോ. നമ്മൾ അംഗീകരിക്കണം എന്ന് ജ്ഞാനികൾക്ക് നിർബന്ധമൊന്നുമില്ല. ദൈവത്തെ നിന്ദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. അവരെയൊന്നും ദൈവം ശിക്ഷിക്കുന്നില്ല, കൊന്നുകളയുന്നില്ല, പട്ടിണിക്കിടുന്നില്ല. ഇവൻ എൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നില്ല. ഹി ഡസൻറ്റ് ബിലീവ് ഇൻ ഗോഡ്, സോ ഐ ഷുഡ് പണിഷ് ഹിം ഓർ ഐ ഷുഡ് പുട്ട് ഹിം ടു സ്റ്റാർവേഷൻ. അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. ദാറ്റ് ഈസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്. മനുഷ്യരാണ് പകപോക്കുന്നത്. ഞാൻ പറയുന്നത് വിശ്വസിക്കാതെ, ഞാൻ പറയുന്നത് അംഗീകരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അയാളോട് നമുക്ക് പകയാണ് തോന്നുന്നത്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ഫെല്ലോ ബിക്കോസ് ഹി ഡസൻറ്റ് ലിസൺ ടു മീ. എൻ്റെ ആശയങ്ങളോട് അയാൾ അനുകൂലിക്കുന്നില്ല, ഞാൻ പറയുന്നതിനെ അയാൾ ഉൾക്കൊള്ളുന്നില്ല, എനിക്കെതിരായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള ഭാവം ഈശ്വരന് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഈശ്വരൻ സകല ജീവന്മാരെയും തീറ്റിപ്പോറ്റുന്നത്. അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്ക് ഒരു നേരത്തെ ഊണ് പോലും അവന് കിട്ടാൻ പാടില്ല. ഈശ്വരൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ടാണ് പലവരും, ആഹാരത്തിന് ഗതിയില്ലാത്തവരുണ്ട്, പക്ഷേ ഒരുവിധമുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഭഗവാൻ അന്നം തരുന്നുണ്ട്, ഏതെങ്കിലും രീതിയിലുള്ള. പട്ടിണി കിടക്കാതെ. ഇപ്പോൾ പട്ടിണി കിടക്കുന്നവരാരും ഇല്ല.
തമിഴിലൊരു ഒരു സിദ്ധൻ പാടി, കണ്ണുഴയാ കാട്ടിற்குள் കരിങ്കൽ തവളയ്ക്കും ഉണ്ണുംപടി ഊട്ടുവിപ്പാൻ അന്ത നാരിയോർ ഭാഗൻ തമക്ക് തൊഴിലെന്നതാൻ എന്ന് പറഞ്ഞാൽ, കൂരിരുട്ട് നിറഞ്ഞ ഒരു കാട്, അതിനകത്ത് മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ പോലും പറ്റില്ല, അത്ര നിബിഡമായ ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റില്ല. അവിടെ കരിങ്കല്ലിൻ്റെ ഉള്ളിൽ കഴിയുന്ന തവള, അതിന് തമിഴിൽ തേര എന്നാണ് പറയുന്നത്, കരിങ്കൽ തേരയ്ക്കും ഉണ്ണുംപടി എന്ന് പറഞ്ഞാൽ ആ ജീവിക്ക് ഏത് കഴിച്ചാൽ അതിന് ജീർണിപ്പിക്കാൻ പറ്റുമോ, അതിന് ദഹിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെ അനുകൂലമായ ആഹാരം എത്തിക്കുന്നത് ദൈവമാണെന്ന്. ഉണ്ണുംപടി ഊട്ടുവിപ്പാൻ, ആ ജീവിക്ക് അനുയോജ്യമായ ആഹാരം കൊണ്ടെത്തിക്കുന്ന ആ ഭഗവാൻ ആരാണ്? അദ്ദേഹം അന്ത നാരിയോർ ഭാഗൻ, ഒരു ശരീരത്തിൻ്റെ പകുതി നാരിക്ക് സമർപ്പിച്ചവൻ എന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വരൻ. അർദ്ധനാരീശ്വരനായ ആ ഭഗവാന് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിലുള്ള ജീവന്മാർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതല്ലാതെ വേറെ എന്ത് പണിയാണുള്ളതെന്നാണ്. തൊഴിലെന്നതാൻ, അദ്ദേഹത്തിന് വേറെ എന്താണ് ജോലി? ജീവന്മാരെ സൃഷ്ടിച്ച് വിട്ടാൽ പോരാ. നമ്മൾ പറയാറില്ലേ, കുട്ടികളെ ജനിപ്പിച്ചത് കൊണ്ടായില്ല, അവർക്ക് അന്നം കൊടുത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ വളർത്തി നല്ല പൗരന്മാരാക്കി വാർത്തെടുക്കണം എന്ന് നമ്മൾ പറയാറില്ലേ. അതുപോലെ സൃഷ്ടികർത്താവിൻ്റെ ജോലിയാണ് സൃഷ്ടിക്കപ്പെട്ട ജീവന്മാർക്ക് അന്നം നൽകുക എന്നുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ സൃഷ്ടികർത്താവെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജഗദീശ്വരൻ്റെ പ്രധാന ജോലി, അദ്ദേഹത്തിന് ഓഫീസിൽ പോകണ്ട, ഫയൽ നോക്കണ്ട, കറണ്ട് ചാർജ് അടയ്ക്കണ്ട, അവിടെ ഇവിടെ ഒന്നും ഓടി നടക്കണ്ട. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കൃത്യം, ഒരു കർമ്മം എന്ന് പറയുന്നത് തൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ജീവജാലങ്ങൾക്ക് അതാത് ജീവന് ഏത് ദഹിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള അനുയോജ്യമായ ആഹാരം എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ആ ഭഗവാന്റെ പ്രധാന ജോലി. അത് എത്ര കോൺഫിഡൻസോടുകൂടി, എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആ സിദ്ധപുരുഷൻ പറയുന്നതെന്ന് നോക്കൂ. അന്ത നാരിയോർ ഭാഗൻ തമക്ക് തൊഴിലെന്നതാൻ, വാട്ട് എൽസ് ഹി ഹാസ് ടു ഡു? വേറെ എന്താണ് അദ്ദേഹത്തിന് പണി? നമ്മളെയൊക്കെ തീറ്റിപ്പോറ്റുക, നമുക്ക് പറ്റുന്ന ആഹാര സാധനങ്ങൾ എത്തിക്കുക. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം എന്തിനാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്? ഇതാണ് അചഞ്ചലമായ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്. ആ ഈശ്വരനിൽ അത്ര കണ്ട് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ഇരുന്നിടത്തുനിന്ന് അനങ്ങണ്ട, അന്നം നമ്മെ തേടിയെത്തും. പക്ഷേ ഇതൊന്നും സാധാരണ മനുഷ്യർ വിശ്വസിക്കില്ല. ഞാൻ അന്നം തേടി പോയാലല്ലേ പറ്റൂ. എനിക്ക് വിശന്നാൽ ഞാൻ ഏതെങ്കിലും ഹോട്ടലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെയുള്ള അടുക്കളയിലേക്ക് ഞാൻ പോകണം. അന്നം തനിയെ വരുമോ? നിങ്ങൾ അങ്ങനെ അത്രയും ഒരു ദൃഢവിശ്വാസത്തോടുകൂടി ഇരുന്ന് നോക്കൂ. ഈശ്വരൻ എനിക്കുള്ള അന്നം എത്തിക്കും. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അന്നം നമ്മെ തേടിയെത്തുന്ന. അങ്ങനെ മഹാത്മാക്കൾ ഇതൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. തപോവന സ്വാമികൾ, വിവേകാനന്ദ സ്വാമികൾ, ഇവരൊക്കെ ഈശ്വരനെ പരീക്ഷിച്ചിട്ടുള്ളവരാണ്. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ സംശയമുള്ളത് കൊണ്ടല്ല, അദ്ദേഹം എനിക്കുള്ള അന്നം തരും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷേ ഹൗ ഹീ ഈസ് ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ദിസ്, അതൊന്ന് കാണാനുള്ള കൗതുകം കൊണ്ടാണ് അവർ ഭഗവാനെ പരീക്ഷിച്ചത്. തരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് ഈ അന്നം നമ്മുടെ മുമ്പിൽ എത്തുന്നത്, ആരിലൂടെ, അതൊന്ന് കണ്ടുകളയാം എന്നുള്ള ഒരു കൗതുകം, അത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഭഗവാൻ ഈ അന്നം എത്തിക്കുന്നതെന്നൊന്ന് കാണാം. തരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തരുമോ ഇല്ലയോ എന്നുള്ള അങ്ങനെയുള്ള ധാരണയില്ല. തരും, കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ത്രൂ ഹൂം, വാട്ട്, വെൻ, ഹൗ, അതാണ്
ഈശ്വരൻ്റെ കളി എന്ന് പറയുന്നത്. അപ്പം അത് കാണാൻ ചിലപ്പോൾ ജ്ഞാനികൾക്ക് കൗതുകം തോന്നാറുണ്ട്. അപ്പോൾ അവർ അന്നം തേടി പോകാറില്ല, അങ്ങനെ ഇരിക്കും. അവർ കഴിക്കേണ്ട അന്നം ആരെങ്കിലുമൊക്കെ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും, അവരുടെ മുന്നിലെത്തും. എങ്ങനെ അതൊന്നും അങ്ങനെയുള്ള ചോദ്യമൊക്കെ സർവേശ്വരന് പറ്റാത്തതുണ്ടോ? അപ്പോൾ ചിന്മാത്രം, ചൈതന്യമാത്രമായ ഒരു സാമാന്യ സത്ത. എന്താണ് ഈ സാമാന്യ സത്ത? സാമാന്യ സത്ത എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ അബ്സല്യൂട്ട് എക്സിസ്റ്റൻസ് എന്ന് പറയാം. നോർമൽ എക്സിസ്റ്റൻസും അബ്സല്യൂട്ട് എക്സിസ്റ്റൻസും എന്താണ് ഇവയ്ക്ക് തമ്മിലുള്ള വ്യത്യാസം? എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിതി, അസ്തിത്വം അല്ലെങ്കിൽ ഉണ്മ, ഉള്ളതായിരിക്കുന്ന അവസ്ഥയാണ് ഉണ്മ. അസ്തിത്വം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട്. ബീയിങ്നെസ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, ബീയിങ്നെസ്. അപ്പോൾ എന്താണ് ഈ അബ്സല്യൂട്ട് എക്സിസ്റ്റൻസ്? കേവല സത്ത എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളോട് ചേർന്ന് നിൽക്കാതെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു അസ്തിത്വമുണ്ട്. അതാണ് അബ്സല്യൂട്ട് എക്സിസ്റ്റൻസ്. അതിനെയാണ് ആത്മാവ്, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓർഡിനറി എക്സിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ നാമരൂപങ്ങളോടുകൂടി ഇതേ കേവല സത്ത തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എക്സിസ്റ്റൻസ് എന്ന് പറയും. സംതിങ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സംതിങ് എന്നുള്ളത് എന്തോ ഒന്നാണ്. ഒരു വസ്തുവാകാം, ഒരു വ്യക്തിയാകാം, ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു പദാർത്ഥമാവാം. അതാണ് വെറും എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. നാമരൂപങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുക. എക്സിസ്റ്റൻസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയാറില്ല. കാരണം ഇറ്റ്സ് വെരി നേച്ചർ ഈസ് എക്സിസ്റ്റൻസ്. അങ്ങനെ എക്സിസ്റ്റൻസ് ഓർ നോൺ ഡിസ്ട്രക്റ്റിബിലിറ്റി, സ്വരൂപമായിട്ടുള്ള അഴിവില്ലാത്ത എന്നർത്ഥം, അഴിവില്ലാത്ത ഒന്നുണ്ട്. എന്തുകൊണ്ട് അതിന് അഴിവില്ല, നാശമില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ സ്വരൂപം തന്നെ നാശമില്ലായ്മയാണ്. നശിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സ്വരൂപം. അതുകൊണ്ട് അതിന് നാശമില്ല. അങ്ങനെയുള്ള ഒന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വ്യക്തിയാണോ? അല്ല. വസ്തുവാണോ? അല്ല. സ്ഥൂലമാണോ? അല്ല. സൂക്ഷ്മമാണോ? അതുമല്ല. എല്ലാ ദ്വൈതങ്ങളെയും അതിവർത്തിച്ച് നിൽക്കുന്ന, അതിൻ്റെ സ്വരൂപം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ സ്ഥിതി ചെയ്യുന്ന അതീന്ദ്രിയമായ, പ്രപഞ്ചാതീതമായ ഒരു നിലനിൽപ്പുണ്ട്. അതിൻ്റെ പേരാണ് ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ്, പരമാത്മാവ്, സത്ത, കേവല സത്ത എന്നൊക്കെ പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ. അതിൽ മായയാണ് നാമരൂപങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്. സത്തയിൽ നാമരൂപങ്ങൾ തോന്നുമ്പോൾ നാമരൂപങ്ങൾ ഉള്ളതുപോലെയാവും. നമ്മൾ ഒരെണ്ണം ഉണ്ട് എന്ന് പറയുന്നത് ആ ഉണ്മ എന്നുള്ളത് ആ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ അത് ഉള്ള ഒന്നിൻ്റെ പ്രോപ്പർട്ടിയാണ് ഉണ്മ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എക്സിസ്റ്റൻസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് തിങ്സ് ദാറ്റ് എക്സിസ്റ്റ് എന്നാണ് നമ്മൾ പറയുക സാധാരണ. അതങ്ങനെയല്ല. ഓബ്ജക്ട്സ് ദംസെൽസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് ദ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സത്തയാണ് നാമരൂപങ്ങളായി പ്രകടമാകുന്നത്. നമ്മൾ പറയുന്നത് നാമരൂപങ്ങൾക്ക് സത്തയുണ്ട് എന്നാണ്. നേരെ വിരുദ്ധമായി മനസ്സിലാക്കുന്നു. ബ്രഹ്മമുണ്ട് പറയേണ്ട കാര്യമില്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഉണ്മയാണ്. ഉള്ളതുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉള്ളതുണ്ട്, ഇല്ലാത്തതില്ല. എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ലാത്തത് ഇല്ലാത്തതാവുമല്ലോ. ഇനി ഇല്ലാത്തത് ഇല്ല എന്ന് പറയണ്ടല്ലോ. ഉള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉള്ളതുണ്ട് എന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദ സെൽഫ് എക്സിസ്റ്റ്
എന്ന് പറയുന്നത് പോലും തെറ്റാണ്. ദ വെരി എക്സിസ്റ്റൻസ് ഈസ് കാൾഡ് സെൽഫ്. എക്സിസ്റ്റൻസിനെ തന്നെയാണ് സെൽഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സെൽഫ് എക്സിസ്റ്റ് ചെയ്യുന്നു, ആത്മാവ് സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ ആത്മാവുണ്ട്, അങ്ങനെ പറയണ്ട. അപ്പം ആ സാമാന്യ സത്ത അല്ലെങ്കിൽ സത്താസാമാന്യം രണ്ടും പറയാം. അത് മാത്രമേ ഉള്ളൂ. അന്യൻ ആത്മ തദ്വിതാം. ആ ആത്മതത്വമല്ലാതെ ആത്മജ്ഞാനികളെ സംബന്ധിച്ച് മറ്റൊന്നും തന്നെ ഇവിടെയില്ല. പലതും ഉണ്ടെന്ന് നമ്മൾ പറയും. സോ മെനി തിങ്സ്, സോ മെനി പേഴ്സൺസ് എക്സിസ്റ്റ് എന്ന് നമ്മൾ പറയും. പക്ഷേ അവർക്ക് ഈ പലതായി കാണപ്പെടുന്ന ഒന്നിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് അവർ പറയും അത് മാത്രമേ ഉള്ളൂ. നമ്മൾ നാമരൂപങ്ങളിൽ ഭ്രമിച്ചു പോകുന്നു. അതുകൊണ്ടാണ് പലത്, നാനാത്വം അത് സത്യമാണ് എന്ന് നമുക്ക് തോന്നുന്നത്. നാനാത്വമായി പ്രകടമാകുന്നത് ഒന്നാണ്. ഒന്നിൻ്റെ പ്രകടനമാണ് ഈ നാനാത്വം, അല്ലെങ്കിൽ ഒന്നിൻ്റെ ഒരു സവിശേഷതയോ അതിൻ്റെ ഒരു ശക്തി വിശേഷമോ ആണ് ഈ പ്രപഞ്ചം. നാനാത്വം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. അപ്പോൾ ആത്മാവിൻ്റെ ഒരു പ്രകടന വിശേഷം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ഈ നാനാത്വത്തെ നാം അനുഭവിക്കുമ്പോഴും വാസ്തവത്തിൽ ആ ഒന്നിൻ്റെ തന്നെ പ്രകടനങ്ങളാണിത് എന്നറിയാൻ കഴിഞ്ഞാൽ ആ ഒന്നിനെ ഈ നാനാത്വങ്ങളിൽ നമുക്ക് തുടർന്ന് കാണാൻ കഴിയും. എന്ത് കണ്ടാലും ആ ഒന്നാണെന്ന് ഓർമ്മിക്കാൻ കഴിയും. ഭ്രമിച്ചവർക്ക് അത് സാധ്യമല്ല. അതുകൊണ്ട് രാമ, തത്തിനെ അറിഞ്ഞവർ, തത്ത് എന്ന വാക്ക് എപ്പോഴും ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ആ ബ്രഹ്മം എന്താണെന്ന് സാക്ഷാത്കരിച്ചവർക്ക് ഈ നാമരൂപങ്ങളൊക്കെ നിസ്വരൂപമാണ് എന്ന് പറഞ്ഞാൽ കഴമ്പില്ലാത്തതാണ്, സ്റ്റഫില്ലാത്തതാണ്. നാമവും രൂപവും, നാമം എന്ന് പറഞ്ഞാൽ ഒരു പേര്, രൂപം കണ്ണ് കാണിച്ചു തരുന്ന ഒന്ന്. ഇത് രണ്ടും കള്ളമെന്ന് ആദ്യം മനസ്സിലാക്കണം. നാമരൂപങ്ങൾ കള്ളമാണ്. പക്ഷേ നാമരൂപങ്ങൾ സത്യമെന്ന പോലെയാണല്ലോ നമ്മൾ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നാമരൂപങ്ങളിൽ നാമവും രൂപവും മാത്രമേ അസത്യമായിട്ടുള്ളൂ. നാമരൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്തയുണ്ട്, അതാണ് ബ്രഹ്മം. അതുള്ളത് കൊണ്ട് നാമരൂപങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. സ്വർണമുണ്ടെങ്കിൽ സ്വർണമാലയും സ്വർണവളയും സ്വർണമോതിരവും ഒക്കെ ഉണ്ട്. അതൊക്കെ കുറേ പേരുകൾ, കുറേ ആകൃതികൾ. ഈ ആകൃതികൾ അല്ലെങ്കിൽ രൂപങ്ങൾക്ക് തനിയെ നിലനിൽപ്പില്ല. സ്വർണത്തോടു കൂടി ചേർന്നാണ് അവ നിലനിൽക്കുന്നത്. അതുപോലെ ഇഫ് യു റിമൂവ് ദ എക്സിസ്റ്റൻസ് or the absolute reality from the names and forms of this world, nothing will remain. സത്തയെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ, ആത്മാവിനെ നീക്കിക്കഴിഞ്ഞാൽ, സത്തയെ എടുത്തു മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതായത് തിയറിറ്റിക്കലി ഈ സത്തയെ ഒഴിവാക്കി നിർത്തിയാൽ, സത്തയെ അംഗീകരിക്കാതിരുന്നാൽ ഈ നാമരൂപങ്ങൾക്ക് നിലനിൽപ്പ് തന്നെയില്ല. സത്തയോടുകൂടി ചേർന്ന് പ്രകാശിക്കുന്നവയാണ് ഈ നാമരൂപങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചം. അതുകൊണ്ട് സത്തയെ പ്രപഞ്ചത്തിൽ നിന്ന് നീക്കിയാൽ പ്രപഞ്ചം വിൽ ബിക്കം എ ബിഗ് സീറോ. അങ്ങനെ ഒന്നില്ല. ഇത് പ്രപഞ്ചത്തിൽ സ്റ്റഫില്ല, പ്രപഞ്ചത്തിന് ഉണ്മയില്ല എന്നർത്ഥം. പ്രപഞ്ചം സത്യമെന്ന പോലെ കാണപ്പെടുന്നത് ആ മിഥ്യയായ പ്രപഞ്ചത്തിൽ നാമരൂപങ്ങളിൽ ഒരു സത്ത വ്യാപിച്ചു നിൽക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നു. അതാണ് ഇല്ലാത്ത നാമരൂപങ്ങൾക്ക് ഉണ്മ പകരുന്നത്. അപ്പം ഈ സത്തയെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? സത്ത എപ്പോഴും തന്നെ നാമരൂപങ്ങളായി മാത്രമേ പ്രകടിപ്പിക്കൂ. ഇതാണ് ഇതിനകത്തുള്ള ഒരു കുരുക്ക്. സത്ത എപ്പോഴും തന്നെ നാമരൂപങ്ങളായി മാത്രമേ പ്രകടിപ്പിക്കൂ.
പക്ഷേ നാമരൂപങ്ങളെ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ നാമരൂപങ്ങളിലാകുന്നു, സത്തയെ നമ്മൾ മറന്നു പോകുന്നു. പക്ഷേ സത്തയിലാണ് നാമരൂപങ്ങൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സത്തയെ എങ്ങനെ മനസ്സിലാക്കും? നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. സംബഡി വാണ്ട്സ് ടു നോ വാട്ട് ഗോൾഡ് ഈസ്. സ്വർണം എന്താണ്? സ്വർണം എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റലാണ്. സ്വർണം അതൊരു മെറ്റലാണെങ്കിലും ഇറ്റ് ഈസ് എൻ ആബ്സ്ട്രാക്റ്റ് ഐഡിയ. സ്വർണം എന്താണ് നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ബാലു സാറിനോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഒരാൾക്ക് സ്വർണം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരാൾ സാറിൻ്റെ അടുത്തൊന്ന് ചോദിക്കുന്നു, ഈ സ്വർണം എന്ന് പറയുന്നത് എന്താണ്, എനിക്കൊന്ന് കാണിച്ചു തരും. നമ്മൾ എന്താ ചെയ്യുക? ഒരു സ്വർണ്ണമാല അല്ലെങ്കിൽ സ്വർണ്ണവള അല്ലെങ്കിൽ സ്വർണ്ണ മോതിരം, എനി ഓർണമെൻറ്റ് മെയ്ഡ് ഓഫ് ഗോൾഡ്, അതിനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കും. മുമ്പിൽ വെച്ചിട്ട് ഇതാണ് സ്വർണം എന്ന് പറയും. ഇതാണ് സ്വർണം, ഇങ്ങനെ തൊട്ട് കാണിക്കും, ഇതാണ് സ്വർണം. അയാൾ കാണുന്നത് ആ സ്വർണ്ണാഭരണത്തിൻ്റെ രൂപത്തെ മാത്രമാണ്. ഇപ്പോൾ സ്വർണ്ണമാലയെ കൊണ്ട് കാണിക്കുമ്പോൾ പറയും ഇത് സ്വർണ്ണമാണെന്ന് പറയും. ഇപ്പം അദ്ദേഹം വിചാരിക്കും സ്വർണം എന്ന് പറഞ്ഞാൽ മാലയുടെ ഷേപ്പിലിരിക്കും എന്ന് വിചാരിക്കും. മനസ്സിലായി എന്താണ് സ്വർണം? ഇതാ ഈ മാലയുടെ ഷേപ്പിലുള്ളത് സ്വർണം. അപ്പോഴും അയാൾക്ക് കാര്യം മനസ്സിലായില്ല. അപ്പം നമ്മൾ സ്വർണ്ണ മോതിരം എടുത്ത് മുമ്പിൽ വയ്ക്കും, ഇതും സ്വർണമാണ്, ഇതും സ്വർണമാണ്. സ്വർണ്ണമാലയുടെ ആകൃതിയല്ല സ്വർണ്ണ മോതിരത്തിന്, ഇതും സ്വർണമാണ്. നേരത്തെ അയാൾ മാലയുടെ ആകൃതിയാണ് സ്വർണമെന്ന് വിചാരിച്ചത്. ഇപ്പം അതിൽ നിന്നും വ്യത്യസ്തമായ ആകൃതിയിലുള്ള മറ്റൊരു വസ്തുവിനെ കാണിച്ചിട്ട് ഇതും സ്വർണമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം പിടികിട്ടും, ഈ ഗോൾഡ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചൊരു രൂപമില്ല. രൂപമില്ലാതെ രൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് സ്വർണം. അങ്ങനെ കുറേ സ്വർണ്ണ ആഭരണങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാരിയിടും. ഇതെല്ലാം സ്വർണമാണ്. അപ്പം he will start thinking, what is meant by gold? He says that all these forms are gold. ഇതെല്ലാം സ്വർണ്ണമാണെന്ന് പറയുന്നു. എല്ലാം എങ്ങനെ സ്വർണ്ണമാവും? ഓരോന്നും ഓരോ ആകൃതിയിലാണ്. അപ്പം ആബ്സ്ട്രാക്റ്റ് ഐഡിയ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കുറച്ചായി പിടികിട്ടും. അതായത് സ്വർണം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഫോംസ്, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ നെയിംസ്. നാമരൂപങ്ങളിൽ ലയിച്ച് വ്യാപിച്ച് കിടക്കുന്ന ഒരു സത്തയാണ് ഈ സ്വർണം. അതിന് പ്രത്യേകിച്ച് ഒരു ആകൃതിയില്ല, പക്ഷേ എല്ലാ ആകൃതികളും സ്വർണത്തിലാണ് ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് ആബ്സ്ട്രാക്റ്റ് ആയ ഒന്നിനെ നമ്മൾ മനസ്സിലാക്കുക. നാമരൂപങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് കുഞ്ഞേ ഇതെല്ലാം ബ്രഹ്മമാണ്. ഒരു കൊശവൻ ചട്ടി, തവി, അടുപ്പ്, പല പാത്രങ്ങളുണ്ടല്ലോ, കുടം, ഈ ഇങ്ങനെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ അനേകം നാമരൂപങ്ങളെ കാണിച്ചിട്ട് ഇതെല്ലാം മണ്ണാണ് എന്ന് പറയുമ്പോൾ അറിവുള്ളയാൾ മണ്ണെന്താണെന്ന് മനസ്സിലാക്കും. എന്താണ് മണ്ണ്? ഈ നാമരൂപങ്ങളെ നീക്കിയിട്ട് നാമരൂപങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന മറ്റൊന്നാണ് മണ്ണ്, അതാണ് മണ്ണിൻ്റെ സ്വരൂപം എന്ന് അയാൾ ആലോചിച്ച് കുറച്ച് ചിന്തിച്ച് മനസ്സിലാക്കും. ഇതുപോലെ തന്നെയാണ് ബ്രഹ്മത്തെയും മനസ്സിലാക്കേണ്ടത്. ബാലകൃഷ്ണൻ നായർ സാർ ഒരു മേശയിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് പറയും, ഈ മേശ ബ്രഹ്മം. തലയ്ക്കെന്തോ അസുഖമുണ്ട്, പാവം, വയസ്സായില്ലേ, ബ്രെയിൻ സെൽ ഡീജനറേഷൻ, എന്തോ വിഡിത്തം വിളിച്ചു പറയുകയാണ്. മേശ ബ്രഹ്മം, മുമ്പിലിരിക്കുന്ന മൈക്ക് ബ്രഹ്മം, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ബ്രഹ്മം എന്ന് പറയുമ്പോൾ കാര്യമായ തകരാറുണ്ട്. സാധാരണ ഭ്രാന്തൊന്നുമല്ല, നല്ല കൂടിയ ഇനം വട്ടാണ് എന്ന് ആൾക്കാർ വിചാരിക്കും. ഈ ജ്ഞാനികളെ മറ്റുള്ളവർ ഭ്രാന്തന്മാരാണ്
എന്ന് മുദ്ര കുത്തും. പക്ഷേ ജ്ഞാനികൾ ഭ്രാന്ത് തെളിഞ്ഞവരാണ്. ഭ്രാന്തില്ലാത്തവരെ ഭ്രാന്തന്മാർ എന്ന് മുദ്ര കുത്തുന്നത് ഭ്രാന്തന്മാരാണ്. മനസ്സിലാവുന്നില്ല. തനിക്കാണ് ഭ്രാന്ത് എന്നൊരാൾ തിരിച്ചറിയുമ്പോൾ അയാളുടെ ഭ്രാന്ത് നീങ്ങി എന്നർത്ഥം. തനിക്കാണ് വട്ട്, താനാണ് ഭ്രാന്തൻ എന്ന് തിരിച്ചറിയുമ്പോൾ അയാളുടെ ഭ്രാന്ത് തെളിഞ്ഞു എന്നർത്ഥം. താൻ അജ്ഞാനിയാണെന്ന് ഒരു ജീവൻ തിരിച്ചറിയുന്ന പക്ഷം, തിരിച്ചറിയണ്ട, സമ്മതിച്ചാൽ മതി, അംഗീകരിച്ചാൽ മാത്രം മതി. ഞാൻ അജ്ഞാനിയാണ്, എനിക്ക് ആത്മതത്വം എന്താണെന്ന് അറിയില്ല, അതൊന്ന് സ്വയം അംഗീകരിച്ചാൽ, അയാളുടെ ബുദ്ധി അതിനെ ഉൾക്കൊണ്ടാൽ അയാൾ ജ്ഞാനത്തിന് തയ്യാറായി കഴിഞ്ഞു, ജ്ഞാനലബ്ധിക്ക് തയ്യാറായി കഴിഞ്ഞു എന്നർത്ഥം. എനിക്കെല്ലാം അറിയാം, എല്ലാം അറിയാമെന്ന് പറയുന്നവന് ഒന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നവൻ എല്ലാം അറിഞ്ഞവനായിരിക്കും. ജ്ഞാനികൾ പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്നാണ്. എനിക്കൊന്നും അറിയില്ല, ഞാൻ അറിവില്ലാത്തവനാണ് എന്ന് പറയുമ്പോൾ അവർ വാസ്തവത്തിൽ അറിവില്ലാത്തവരല്ല, അങ്ങേയറ്റത്തെ അറിവ് നേടിയവരാണ്. അപ്പം അറിവ് നേടിയവർ എന്തുകൊണ്ട് തനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു? എന്താണ് അങ്ങനെ അവരെ പറയാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവർ കണ്ടെത്തിയ സത്യം അറിവിന് വിഷയമാകുന്ന ഒന്നല്ല. അതിനെ ഏതെങ്കിലും ഉപകരണങ്ങളിലൂടെ അറിയാൻ സാധ്യമല്ല. ഉപകരണങ്ങളിലൂടെ അല്ലാതെ അറിയപ്പെടുന്ന ഒന്ന്, ഉപകരണങ്ങളിലൂടെ അറിയപ്പെടുന്നതിനെയാണ് നമ്മൾ അറിഞ്ഞു, അറിയപ്പെട്ടു എന്ന് പറയുന്നത്. ഉപകരണങ്ങൾക്കപ്പുറത്തുള്ള ഒന്നിനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കുഴപ്പമുണ്ട്. ഏതിലൂടെയാണ് നിങ്ങൾ അതിനെ അറിഞ്ഞത്? ഈ ചോദ്യത്തിന് എന്ത് മറുപടി പറയും? ഇന്ദ്രിയ ബുദ്ധികളെ അതിവർത്തിച്ച് നിൽക്കുന്ന ആത്മതത്വത്തെ ഒരു ജ്ഞാനി വ്യക്തമായി അനുഭവിക്കുന്നു. അതിൻ്റെ സ്വരൂപം എന്താണെന്ന് അയാൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നു. പക്ഷേ അയാളോട് നമ്മൾ ചോദിക്കുകയാണ്, ഏതിലൂടെയാണ് നിങ്ങൾ അറിഞ്ഞത്? ശരീരത്തിലൂടെയാണോ? അല്ല. പ്രാണനിലൂടെയാണോ? അല്ല. ഇന്ദ്രിയങ്ങളിലൂടെയാണോ? അല്ല. മനസ്സിലൂടെയാണോ? അല്ല. ബുദ്ധിയിലൂടെയാണോ? അല്ല. ഇതൊക്കെയല്ലേ ഉള്ളൂ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതിലൂടെ ഒന്നും അറിയാൻ കഴിയാത്ത ഒന്നിനെ ഒരാൾക്ക് എങ്ങനെ അറിഞ്ഞു എന്ന് പറയാൻ പറ്റും? അത് അതീന്ദ്രിയമായ അറിവാണ്. ഇന്ദ്രിയങ്ങളിലൂടെ അറിയപ്പെടുന്നത് മായാകാര്യങ്ങളാണ്. മായയ്ക്കപ്പുറത്തുള്ളതിനെ മായാകാര്യങ്ങളിലൂടെ അറിയാൻ പറ്റില്ല. പക്ഷേ അത് വ്യക്തമായ അറിവാണ്, അതിൽ സംശയമൊന്നുമില്ല. ആത്മാവിനെ അറിയുന്നത് അതിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. കാരണം അത് അറിവ് സ്വരൂപമാണ്, അറിവ് മയമാണത്. അത് തന്നെ അറിവായിരിക്കുമ്പോൾ അതിനെ അറിയാൻ മറ്റൊന്നിൻ്റെ സഹായം നമുക്കെന്തിന്? ഈ ആത്മാവെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോളജ് ഇറ്റ് സെൽഫ്. ടു നോ ദ നോളജ്, വാട്ട് എൽസ് ഈസ് നീഡഡ്? നോളജ് ഇറ്റ് സെൽഫ് ഈസ് സഫിഷ്യൻറ്റ്, മോർ ദാൻ സഫിഷ്യൻറ്റ്. അറിവിനെ അറിയാൻ മറ്റൊന്നിനും സാധ്യമല്ല, അതാണ് സത്യം. അറിവിനെ അറിവിലൂടെ മാത്രമേ അറിയാൻ പറ്റൂ. പക്ഷെ അത് എങ്ങനെയുള്ള അറിവാണ്? അറിഞ്ഞു നോക്കിയാലേ അത് പിടികിട്ടും. അതിനെ അറിഞ്ഞു നോക്കിയാലേ പിടികിട്ടൂ. അതിനെയാണ് അതീന്ദ്രിയ ജ്ഞാനം, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അതിവർത്തിച്ചിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത്. അതിനെ അറിയുന്നതാര്? അടുത്ത ചോദ്യം. എന്തിലൂടെ അറിയുന്നു എന്നുള്ള ചോദ്യത്തിന് അറിവിലൂടെ അറിയുന്നു. ഓക്കെ, ഹൂ നോസ് ഇറ്റ് ഓർ ഹൂ റിയലൈസസ് ഇറ്റ്? അത് തന്നെ. അതിനല്ലാതെ മറ്റാർക്കറിയാൻ പറ്റും?
അപ്പോൾ വാട്ട് ഈസ് മൈ റോൾ? യുവർ റോൾ ഈസ് ടു റിമൂവ് യുവർ ഈഗോ, because that itself is the greatest impediment to the knowledge. ഈ ഞാൻ എന്നുള്ളതാണ് തന്നെ ഒരു വ്യക്തിയായി കരുതുന്ന ആ ഒരു ഏർപ്പാടുണ്ടല്ലോ. പല കാലമായി നമ്മൾ ഈ അഹങ്കാരത്തെ കൂട്ടുപിടിച്ച് ഇങ്ങനെ നടക്കുന്നു. അതാണ് തൻ്റെ സ്വരൂപത്തെ അറിയാതിരിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം. അതിനെ വെച്ചുകൊണ്ട് അറിയാൻ ശ്രമിക്കരുത്, അതിനെയും മാറ്റുക. അതായത് ആരാണോ അറിയാൻ ശ്രമിക്കുന്നത് ആ അറിയാൻ ശ്രമിക്കുന്ന ജീവനെയും മാറ്റുക. ബാക്കി എന്തുണ്ടോ അതാണ് അറിവ്. അറിവിനെ അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇങ്ങനെ മാറ്റിയും മറിച്ചും പറയും, അറിവിനെ അറിവിലൂടെ മാത്രമേ അറിയാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അറിവിനെ അറിയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നോ, അറിവിനെ ആരെങ്കിലും അറിയുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്ന ഒരുവൻ വേണമല്ലോ. ഈ അറിയുന്നവൻ അറിവിൻ്റെ പ്രകടനമാണ്. അതാണ് ഉപനിഷത്ത് പിൻ പോയിന്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഹൗ ക്യാൻ യു നോ ദ നോവർ? അറിയുന്നവനെ, ജ്ഞാതാവിനെ നിങ്ങൾ എങ്ങനെ അറിയും? ഏതിലൂടെ അറിയും? ഇനി അറിവ് എന്ന് പറയുന്നത് മറ്റൊന്നിനും വിഷയമാകുന്ന ഒന്നല്ല. അതുകൊണ്ട് മാറി നിന്നുകൊണ്ട് അറിയാൻ പറ്റില്ല. ഞാനിനെ മാറ്റി നിർത്തിയാൽ അറിവ് അശുദ്ധമാകും. ഞാൻ വേർതിരിയുന്നതാണ് അശുദ്ധി. ഞാൻ ലയിച്ചു പോയാൽ പരമമായ ശുദ്ധി, അങ്ങേയറ്റത്തെ പവിത്രത. ഇതേതുപോലെയെന്ന് ഞാൻ പറയാം. നമ്മളൊരു കണ്ണാടി എടുക്കുന്നു. ഈ കണ്ണാടിയുടെ ശരിക്കുള്ള നേച്ചർ എന്താണ് എന്നൊരാൾ അറിയാൻ ആഗ്രഹിക്കുന്നു. അയാൾ കണ്ണാടിയിൽ നോക്കിയാൽ he will see his own reflection. That is not the pure form of the mirror. കണ്ണാടിയിൽ നമ്മൾ ആര് നോക്കിയാലും നമ്മുടെ റിഫ്ലക്ഷനാണ് അതിനകത്ത് കാണുക. കണ്ണാടിയുടെ തനതായ രൂപം, നിർമ്മലമായ രൂപം നമുക്കറിയാനേ സാധ്യമല്ല. പറ്റുമോ? കണ്ണാടിയെ അറിയാൻ കണ്ണാടിയുടെ ഉള്ളിൽ നോക്കണം, അല്ലാതെ വേറെ മാർഗവുമില്ല. പക്ഷെ കണ്ണാടിയുടെ ഉള്ളിൽ നോക്കിയാൽ കണ്ണാടിയുടെ പ്യൂരിറ്റി, അതിൻ്റെ ആ ശുദ്ധമായ സ്വരൂപം മാഞ്ഞു പോകുന്നില്ല. അത് അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ അതിൽ നമ്മുടെ മുഖം പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ മുഖത്തെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇങ്ങനെ ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്ന ജീവൻ തൻ്റെ ആ ജീവഭാവത്തെ മാത്രമേ അതറിയുന്നുള്ളൂ. കേവലമായ സത്തയെ അറിയാൻ ജീവന് സാധ്യമല്ല. എന്ന് വെച്ച് ഈ ആത്മതത്വം അറിയപ്പെടാത്ത ഒന്നാണോ? അല്ല. അതായി നിന്നുകൊണ്ട് അതിനെ അറിയാൻ പറ്റും. പക്ഷെ അത് എങ്ങനെയുള്ള അറിവാണെന്ന് സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം അതായി നിന്നുകൊണ്ട് അതിനെ അറിയുക എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഒന്നിനെ അറിയുക എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ പ്രത്യേകം, അറിയപ്പെടുന്ന മറ്റൊന്ന്. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടെങ്കിലല്ലേ അറിയുക എന്നുള്ള വാക്കിന് തന്നെ അർത്ഥമുള്ളൂ. അറിയുന്നവനും അറിയപ്പെടുന്നതും ഒന്നായി മാറിയാൽ അവിടെ ആര് എന്തിനെ അറിയും? വാചക കസർത്ത് കാണിക്കുകയാണെന്ന് മാത്രം ദയവായി വിചാരിക്കരുത്. ഇറ്റ് ഈസ് നോട്ട് എ ജഗ്ലറി ഓഫ് വേർഡ്സ്. ഇതാണ് സത്യം. അറിവിനെ അറിയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ അതുണ്ട്. അതിനെ അറിയാൻ ശ്രമിക്കുന്നത്
ഒരു തരത്തിൽ വിഡ്ഢിത്തമാണ്. പക്ഷേ അതിനെ അറിയാതെ അറിവ് നേടി എന്ന് പറയാനും പറ്റില്ല. നമ്മളൊരു കുരുക്കിലകപ്പെട്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടെന്നോ, നമ്മുടെ ബുദ്ധിയാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. അത് അറിയപ്പെടേണ്ട മറ്റൊന്നാണ്, തനിക്ക് അന്യമായിരിക്കുന്ന വേറൊന്നാണ് എന്ന ഒരു തെറ്റിദ്ധാരണയോടുകൂടി അതിനെ അറിയാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അതെന്താണെന്ന് മനസ്സിലാവാത്തത്. ഐ ആം ദാറ്റ്. ഇനി എന്താ ഉള്ളത്? അതിനെ മറ്റൊന്നാണ് എന്ന് വിചാരിക്കുമ്പോഴല്ലേ ഏതിലൂടെ അറിയും, എങ്ങനെ അറിയും, ആരറിയും, ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ. അത് തന്നെയാണ് ഞാൻ. ഇഫ് യു ക്യാൻ ഡിസൈഡ്, ദാറ്റ് ഈസ് എനഫ്. അഹം ബ്രഹ്മാസ്മി, ഐ ആം ദാറ്റ്. എന്നാലും അടുത്ത സംശയം, അതിനെ അറിഞ്ഞാലല്ലേ ഐ ആം ദാറ്റ് എന്ന് പറയാൻ പറ്റൂ? നോ. അതിനെ അറിഞ്ഞാൽ അതിനെ അറിയാൻ സാധ്യമല്ല. അതിനെ അറിഞ്ഞാലേ ഐ ആം ദാറ്റ് എന്ന് പറയാൻ പറ്റൂ എന്നുള്ളതില്ല. ദാറ്റ് ഈസ് സേയിങ് ഐ ആം ദാറ്റ്. അങ്ങനെയാണെങ്കിലോ അതാണ് ഞാൻ അതാണ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളില്ല, നിങ്ങൾ ഞാൻ എന്നുള്ള ജീവഭാവമില്ല. ദാറ്റ് ഓൺലി ഈസ് ദെയർ. ദാറ്റ് manifests as this I. So I am that. നീപ്പം എന്താണ്? അത് തന്നെയാണ് ബാലകൃഷ്ണൻ നായർ സാർ പറയുന്നത്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. അതാണ് എല്ലാമായി തീർന്നിരിക്കുന്നത്. അറിയുന്നവനായും അറിയപ്പെടുന്നതായും അറിവായും പ്രകാശിക്കുന്നത് അതാണ്. ഇതാണ് ആത്മോപദേശ ശതകത്തിലെ 1-ാമത്തെ ശ്ലോകം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും. കരുവിനു കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം.